സ്ട്രൈക്കർമാർ ഗോളടിച്ച് ഹീറോകളാകുന്ന ഈ കളത്തിൽ അവരെ തടഞ്ഞു നിർത്തി ഇതിഹാസമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഫുട്ബോൾ ലോകം കണ്ട എക്കാലത്തെ മികച്ച വൻമതിലുകളിൽ ഒരാൾ. മിലാന്റെ ആത്മാവ്. ഡിഫെൻഡിങ് എന്ന കലയെ ഒരു വിപ്ലവമാക്കി മാറ്റിയ ഇറ്റലിയുടെ സ്വന്തം ഫ്രാങ്കോ ബറേസി. 2026 ഇറ്റാലിയൻ ഫുട്ബോൾ പ്രേമികൾക്ക് ഇതൊരു ദുശകനം പിടിച്ച വർഷമാണ്. ലോകകപ്പ് യോഗ്യത നഷ്ടമായതിൻ്റെ വേദനയിലായിരുന്ന സൂറികൾക്ക് അടുത്ത പ്രഹരം. 66-ാം വയസ്സിൽ ഫ്രാങ്കോ ബറേസി യാത്രയായിരിക്കുന്നു. ചില കളിക്കാർ ക്ലബ്ബുകൾ മാറുമ്പോൾ ചരിത്രം സൃഷ്ടിക്കും. എന്നാൽ മറ്റു ചിലർ ഒരേ ഒരു ക്ലബിനു വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച് ആ ക്ലബിൻ്റെ DNA ആയി മാറും. 20 വർഷത്തെ കരിയർ. ആകെ കളിച്ചത് 2 ജേഴ്സികൾ മാത്രം. ഒന്ന് AC മിലാന്റെ ചുവപ്പും കറുപ്പും, മറ്റൊന്ന് ദേശീയ ടീമായ ഇറ്റലിയുടെ നീല ജേഴ്സിയിൽ. മറഡോണ എന്ന കൊടുങ്കാറ്റിനെ പോലും വിറപ്പിച്ച തന്ത്രശാലിയായ സീപ്പർ. പൗലോ മാൽദീനിയും ബെർഗോമിയും ചേർന്ന ആ സുവർണ പ്രതിരോധ നിരയെ നയിച്ച വിശ്വസ്തനായ നായകൻ. 22-ാം വയസ്സിൽ ക്യാപ്റ്റൻ ആംബാൻഡ് അണിഞ്ഞ ബറേസി മിലാനായി നേടിയത് 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 6 സീരിയ കിരീടങ്ങളുമാണ്. 1994 US ലോകകപ്പ്. മുട്ടിലെ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആഴ്ചകൾക്കുള്ളിൽ ഡോക്ടർമാരുടെ മുന്നറിയിപ്പുകൾ തള്ളി ബറേസി ഇറ്റലിക്കായി ഫൈനലിൽ ഇറങ്ങി. റൊമേരിയോയും ബെബറ്റോയും അടങ്ങിയ ലോകോത്തര ആക്രമണ നിരയെ 120 മിനിറ്റ് നിഷ്പ്രഭമാക്കിയ ആ പോരാട്ട വീര്യം ഫുട്ബോൾ ചരിത്രം എന്നും ഓർക്കും. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ പിഴച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞ ആ ബറേസിയുടെ ചിത്രം ഏതൊരു ഫുട്ബോൾ പ്രേമിയുടെയും നെഞ്ചിലെ നീറുന്ന ഓർമ്മയാണ്. 2025 ശ്വാസകോശത്തിലെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ചികിത്സയിലായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അവസാനമായി പൊതുവേദിയിലെത്തിയത്. തൻ്റെ പ്രിയപ്പെട്ട സാൻ സീറോ സ്റ്റേഡിയത്തിൽ പഴയ എതിരാളിയും മിത്രവുമായ ബെർഗോമിക്കൊപ്പം ഒളിമ്പിക്സ് ദീപശിഖയേന്തി വന്നപ്പോൾ ആരാധകർ ആർത്തു വിളിച്ചു. എന്നാൽ അത് അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പായിരുന്നു എന്ന് ആരും കരുതിയില്ല. AC മിലാൻ ഇന്നലെ കുറിച്ചു: ഞങ്ങളുടെ ചരിത്രം കണ്ണീരിൽ കുതിർന്നിരിക്കുന്നു. AC മിലാനിൽ ഇനി ആരും 6-ാം നമ്പർ ജേഴ്സി അണിയില്ല. കാരണം ആ ജേഴ്സി ബറേസിയുടേത് മാത്രമാണ്. ഒരു കളിക്കാരൻ വിരമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കളി അവസാനിക്കും. എന്നാൽ ഫ്രാങ്കോ ബറേസിയെ പോലെയുള്ള ഇതിഹാസങ്ങൾ മരിക്കുമ്പോൾ അവരുടെ ഓർമ്മകൾ ചരിത്രമായി മാറും. മിലാന്റെ ഹൃദയമെടുപ്പായിരുന്നു, ഇറ്റലിയുടെ അഭിമാനമായിരുന്നു. ആ നായകന് ബിഗ് സല്യൂട്ട്. റെസ്റ്റ് ഇൻ പീസ്, കപ്റ്റാനോ.